നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റണം. എന്നാലേ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റൂ. നീ പറഞ്ഞു വരുന്നത് അത് തന്നെ. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. പിന്നെ ഞാൻ വിളിച്ചതേ മൈഥിലിയുടെ കുഞ്ഞിനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാന്. ഇതുവരെയൊന്നും അറിഞ്ഞിട്ടില്ല ഇന്ദ്രേശി. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിവരം പറയാം. ശരി സഹീറ. ശരി. ആ മൈഥിലി ഞാനും തമ്മിലുള്ള അംഗം പർദ്ദ കണ്ടായിരുന്നോ? കണ്ടു. അവള് വെറും ലോ ക്ലാസ്സാ. തറ. ഞാനേ മനഃപൂർവ്വം അവക്കിട്ട് വേല വെച്ചതാ. ചില മനുഷ്യരുടെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് തല്ലാൻ തോന്നും. ഇവള് പക്ഷെ തല്ലാനല്ല കൊല്ലാനാ തോന്നുന്നത്. ഇന്നലെ ഈ പർദ്ദ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ മാഡം, ഞാൻ ഏൽപ്പിച്ച ജോലി വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പിന്നെ ഞാൻ അതിന്റെ അന്വേഷണത്തിലല്ലേ മാഡം. ആ കുഞ്ഞിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം ആ മൈഥിലിയിൽ നിന്ന് കിട്ടിയോ? അതറിയാനാ ഞാൻ വിളിച്ചത്. അത് അന്വേഷിച്ചോണ്ടിരിക്കാം മാഡം. ശരിക്കുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല. വഴക്കുണ്ടാക്കാനല്ലല്ലോ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിട്ടത്. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞ് എവിടെയാണെന്ന് തിരക്കി കണ്ടുപിടിച്ചിരിക്കണം. അതാ നിങ്ങളുടെ ഡ്യൂട്ടി. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മാഡം. ശരി. ഓക്കെ, താങ്ക് യു മാഡം. അവരുടെ വക അങ്ങനൊരു ഫയറിംഗ്. എന്തിന്റെ അന്വേഷണത്തിന് വേണ്ടിയാ മാഡം ഇവിടെ വന്നിരിക്കുന്നത്? ചുമ്മാ അതിന് അവൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? അവളെ ലോക ഉടായിപ്പ. ഇവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എന്താ ജഗദീഷ് ചേട്ടൻ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ പോലെയല്ല, ടെൻഷൻ തന്നെ. ആ, എന്തിനാ ഇത്ര അസ്വസ്ഥത എന്നായിരിക്കും നീ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. അതെനിക്കറിയാം. കാരണം നിനക്കൊന്നും ബന്ധങ്ങളുടെ വില മനസ്സിലാവില്ലല്ലോ. ബന്ധങ്ങളുടെ വിലയൊക്കെ എനിക്ക് മനസ്സിലാവും. ആ പിന്നെ നല്ല ഒന്നാന്തരം വലിയ രണ്ട് മനുഷ്യരുടെ മകളല്ലേ നീ. ഒരാങ്ങളെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്ന ഒരു മുതല്. സ്വന്തം പെങ്ങളോടുള്ള സ്നേഹം മൂത്ത് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ കയറി ആ കുടുംബം അലങ്കോലാക്കിയ മഹാൻ. ഇതൊക്കെ 1000 പ്രാവശ്യം പറഞ്ഞതല്ലേ ജഗദീഷ് ചേട്ടാ? എടീ, എത്ര തവണ പറഞ്ഞെന്ന് പറഞ്ഞാലും കുടുംബത്തിനേറ്റ മാനക്കെടുന്ന് മാറുകയല്ല. എനിക്ക് അവരെന്റെ സ്വന്തം ഏട്ടത്തിമയും മകളുവാ. ഏട്ടന്റെ മകൾ എനിക്ക് എന്റെ സ്വന്തം മകള് തന്നെയാ. എന്റെ അശ്വിനെ അതിഥിയം പോലെ. ഈ വീട്ടിലുള്ളവർക്കൊക്കെ സെൻസ് ഇല്ലാതെ പോയതാ എന്റെ സംശയം. മതിയായ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത് ഒരു കാരണമില്ലാതെ ആ കൊച്ചിനെ അവിടെ ഇറക്കി വിട്ടത്. അങ്ങനെ ഇറക്കി വിട്ടൊന്നുമല്ല, അഹങ്കാരം കാണിച്ച് ഇവിടുന്ന് ഇറങ്ങി പോയതാ. തന്നിഷ്ടം. ഇങ്ങനെ തന്റെ ഒന്നും ആർക്കും പാടില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടാലും അമ്മ അവളുടെ മുത്തശ്ശിയല്ലേ. എടീ, നീ ഈ കാര്യത്തിൽ എന്റെ അമ്മയെ ന്യായീകരിക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഈ വീട് വിട്ടിറങ്ങിപ്പോയ 2 പേരും നിന്റെ നമ്പർ 1 ശത്രുക്കളാ അല്ലേ? അവരെന്റെ ശത്രുക്കളാണെന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുന്നതാ. ഞാൻ അമ്മയുടെ ഭാഗം ചേർന്ന് പറഞ്ഞത് അമ്മയുടെ ഭാഗത്ത് ന്യായമുള്ളോണ്ടാ. പ്രായമായിട്ട് വരുന്നോണ്ടായിരിക്കും. അമ്മയുടെ തിരിച്ചറിവുകൾ പലതും തെറ്റാ. എന്തായാലും അവര് രണ്ടുപേരും ഇനി തിരിച്ചു വരൂലെന്നുള്ള കാര്യം ഉറപ്പാ. സത്യത്തിൽ ഞാനും ജഗദീഷ് ചേട്ടനൊക്കെ സന്തോഷിക്കാ വേണ്ടത്. അവര് രണ്ടുപേരും ഇവിടുന്ന് പോയതോടെ ഇവിടുത്തെ സ്വത്തുക്കളുടെ വലിയൊരു ഭാഗം നമുക്കും നമ്മുടെ പിള്ളേർക്കുമായിട്ട് ഇങ്ങോട്ട് പോരില്ലേ? പിന്നെ വസ്തുക്കളെ 2ആയിട്ട് ഭാഗിച്ചാ പോരെ? എടീ, അയ്യോ, ഓടിയോടാ.
സ്വത്ത് 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 അല്ലേ? എന്താ കാണിക്കുന്നേ? തല്ലി തല്ലി ഞാൻ തന്നെ നാണം കെട്ടു. നീയൊക്കെ എന്തൊരു ജന്മമാണടി. ഞാൻ മനസ്സിലുള്ളത് അറിയാതെ പറഞ്ഞു പോയതാ. എടി, നിന്റെയൊക്കെ മനസ്സിലുള്ളത് ഇതൊക്കെ തന്നെയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ചെമ്പകമംഗലത്തുള്ളവര് മുഴുവൻ ചത്ത് തൊലയണം, ഈ ഞാൻ ഉൾപ്പെടെ. എന്നിട്ട് എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കണം. അതാണ് ആഗ്രഹം. അയ്യോ, ഉറങ്ങിക്കിടക്കുമ്പോ കുത്തി കൊന്നുകളയോന്ന് എന്റെ പേടി. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും വലിയൊരു ശിക്ഷ നീ എനിക്ക് തന്നത്? ജഗദീശേട്ടാ, എന്ന് ശരി ശരി, പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ആ ശരി ശരി, ഓക്കെ. ഓ, ചോദിക്കുന്നതുകൊണ്ട് എന്നോട് വിരോധവും തോന്നരുത്. ഒരു കാര്യം എനിക്കറിയാനുണ്ട്. കൈമളേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഒരുമാതിരി അന്യരെ പോലെ. പ്രിയപ്പെട്ടവരൊക്കെ അന്യരാകുന്നത് ഇവിടെ വളരെ പെട്ടെന്നാണല്ലോ. ദേ, ഈ കുത്തും കോമയൊക്കെ വെച്ച് സംസാരിക്കാതെ കാര്യം പറ കൈമളേട്ടാ. അല്ല, നീ മീനാക്ഷി കൊച്ചിനെയും നന്ദിനിയും പൂർണ്ണമായിട്ടങ്ങ് മറന്നോ? ഞാൻ അവരെ മറന്നല്ലോ, അവരെന്നെ മറന്നതല്ലേ. അവര് തല പറന്ന് എണ്ണ നിൽക്കുന്നവരൊന്നുമല്ല. നീ പല പ്രാവശ്യം വളരെ മോശമായി ഇൻസൾട്ട് ചെയ്തപ്പോ ഗത്യന്തരമില്ലാതെ ആ കൊച്ചെങ്ങോട്ടും ഇറങ്ങിപ്പോയി. പെരുവഴിയിൽ അനാഥമായ മകളെ സംരക്ഷിക്കാൻ മകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആ അമ്മയും കൂടെ പോയി. ഇനി നീ പറ, അവര് കാണിച്ചത് തെറ്റാണോ? മകളായാലും മരുമകളായാലും തോന്നിയാസം കാണിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അവിടെ തോന്നിവാസത്തിൽ ഇറങ്ങിപ്പോയതല്ല, നിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മീനാക്ഷി ഇറങ്ങിപ്പോയിരിക്കുന്നത്. എനിക്ക് 100% ഉറച്ച വിശ്വാസമുണ്ട് മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് മടങ്ങി വരും. കുഞ്ഞുമായി മടങ്ങി വന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീരില്ലല്ലോ. പിന്നെ ഈ ചെമ്പകമംഗലത്തിന് വെളിച്ചം തല്ലിക്കെടുത്തിയത് അവളാ, ആ മീനാക്ഷി. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റണം. എന്നാലേ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റൂ. നീ പറഞ്ഞു വരുന്നത്? അത് തന്നെ. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. ഒരാൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.